ഞാൻ എ കെ ശശി, ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്. കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ്. നമ്മുടെ നവകേരള സഭയുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി എനിക്കും ഞങ്ങളുടെ സംഘടനയ്ക്കും വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. അത് നമുക്ക് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ ഭരണാധിപന്മാർ ഒരു വിരസത തോന്നുമ്പോൾ ഏതെങ്കിലും വിനോദങ്ങളിലും ആഡംബരങ്ങളിലുമൊക്കെ പോകുന്ന ഒരു കീഴ്വഴക്കം പഴയകാല ഭരണാധിപന്മാർക്കുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ നമ്മുടെ ആധുനിക ജനാധിപത്യ യുഗത്തിലും ആഡംബരപ്രിയരായിട്ടുള്ള ഭരണകർത്താക്കൾ ഓരോ സീസണിലും അവർ ഈ വിനോദയാത്ര പോകുന്ന ഒരു പ്രവണത ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരും കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ കേരളത്തിലുടനീളം ഒരു പിക്നിക്കിൻ്റെ മാതൃകയിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ കുറേ ഭൂപ്രദേശങ്ങൾ കാണുക എന്നുള്ളതിനപ്പുറത്ത് ഇത് അവർക്കും ഒരു ഗുണമുണ്ടാകുന്നില്ല, കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. കോടിക്കണക്കിന് രൂപയാണ് ഈ ആവശ്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേയൊക്കെ പൊതുജനങ്ങളുടെ സംഭാവനയെന്നും അതുപോലെ മറ്റ് പലരുടെയൊക്കെ സേവനങ്ങളുമൊക്കെ കൊണ്ടാണ് നടത്തുന്നതെന്ന് പറയുന്നുവെങ്കിലും 100% സർക്കാർ ഖജനാവിൻ്റെ ധനം ഉപയോഗിച്ചാണ് ഈ മന്ത്രിമാർ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ പാറിപ്പുറന്ന് നടക്കുന്നത്. നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വെല്ലുവിളി നേടുന്ന ഒരു കാലഘട്ടമാണ്. ഇത്രത്തോളം ഖജനാവിൽ ദരിദ്രമായിട്ടുള്ളൊരു കാലഘട്ടമല്ല. ഒരു വികസന പരിപാടികൾ നടക്കുന്ന വികസന പദ്ധതികൾ ആകെ മുരടിച്ചടക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ദുർബല ജനവിഭാഗങ്ങൾക്ക് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളും സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം നിർത്തലാക്കിയാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ മുൻ സർക്കാരുകളുടെ കാലം നടത്തിക്കൊണ്ടിരുന്ന ഒരു പദ്ധതികളും നടക്കുന്നില്ല. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ധനസഹായങ്ങൾ, പെൻഷനുകൾ, അതുപോലെ തന്നെ ഭവന നിർമ്മാണ പദ്ധതി, മറ്റ് അനവധി പദ്ധതി, ചികിത്സാ സഹായം ഉൾപ്പെടെ അനവധി പദ്ധതികളുണ്ടായിരുന്നു. അതെല്ലാം സാമ്പത്തിക മാന്ദ്യം മൂലം ഇപ്പോൾ നിർത്തിവെച്ചേക്കാണ്. കുട്ടികൾക്ക് മുൻകാലങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ, പട്ടികജാതി വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അധ്യയന വർഷത്തിൻ്റെ ആദ്യ വാരം തന്നെ, സ്കൂൾ ആരംഭിക്കുന്ന ആദ്യ വാരം തന്നെ അവർക്ക് അവരുടെ സ്റ്റൈപ്പൻഡും ലംസം ഗ്രാൻറ്റുകളും അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന കീഴ്വഴക്കം മുമ്പുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ തുറന്നിട്ട് 8-10 മാസമായി ഇതുവരെ അവർക്ക് സ്റ്റൈപ്പൻഡോ പെൻഷൻ ഈ ലംസം ഗ്രാൻറ്റോ സ്കോളർഷിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. ഗവേഷണ രംഗത്തുള്ള ഏതാണ്ട് 100-150 വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഒരു സ്കോളർഷിപ്പുണ്ട്. ആ സ്കോളർഷിപ്പ് പോലും കൊടുക്കാൻ കഴിയാതെ നൂറ്റിക്കണക്കിന് ഗവേഷണ വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ പദ്ധതികൾ നിർത്തിവെച്ചൊക്കെയാണ്. ഈ പട്ടികജാതി ആദിവാസി മേഖലകളിൽ എത്രയോ പദ്ധതികൾ നിർത്തൽ ചെയ്ത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഈ ആദിവാസി മേഖലകളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, വിദ്യാഭ്യാസ മേഖലകളിൽ സ്കൂളുകളിൽ നിന്ന് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി വനാന്തരങ്ങളിലുള്ള കുട്ടികൾക്ക് സ്കൂളുകൾ വരാനായി ഗോത്രസാരഥി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ആ ഗോത്രസാരഥി എന്ന് പറയുമ്പോഴത്തേക്ക് സ്വകാര്യ ബസ്സായാലും ശരി, മറ്റ് ഗവൺമെൻറ് ബസ്സായാലും ശരി, കുട്ടികൾ ഉള്ള ആദിവാസി മേഖലകളിൽ വനപ്രദേശങ്ങളിൽ പോയി ആദിവാസി കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് എത്രയോ മാസമായി ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളുടെ വാടക കൊടുക്കാനുള്ളത് കൊണ്ട് വാഹന ഉടമകൾ കുട്ടികളെ എടുക്കാൻ പോകുന്നില്ല. അവിടെ ഇക്കാരണത്താൽ ആയിരക്കണക്കിന് ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസം നിലച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ജനനീ ജന്മരക്ഷ എന്നൊരു പദ്ധതി ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ഗർഭിണികൾക്ക്, ഇവിടെ ഗർഭിണിയായ സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ ഗർഭകാലത്ത് അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളുടെ പ്രസവിക്കുന്ന കുട്ടികളുടെ അനാരോഗ്യം,
അമ്മമാരുടെ പിന്നെ പോഷകാഹാരക്കുറവ് കൊണ്ടൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേടുന്ന ഒരു സമൂഹമായിരുന്നു ആദിവാസി സ്ത്രീകൾ. അപ്പോൾ ഇത് മനസ്സിലാക്കിയാണ് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ജനനി ജന്മരക്ഷ എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ കുട്ടികൾ ഒരു ആദിവാസി സ്ത്രീ ഗർഭിണിയാകുന്ന കാലം മുതൽ പ്രസവിച്ച് 6 മാസം വരെ അമ്മയ്ക്കും കുഞ്ഞിനും പോഷകാഹാരം കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലും നിർത്തൽ ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആ മേഖലകൾ കൊടുത്തുകൊണ്ടിരുന്ന ഭവന നിർമ്മാണ പദ്ധതി, അതുപോലെ തന്നെ മറ്റ് വികസന പദ്ധതി, മറ്റ് പദ്ധതികൾ, അവരുടെ പിന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മുറികൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു. പിന്നെ ചികിത്സാ സഹായങ്ങൾ, യഥേഷ്ടം ചികിത്സാ സഹായം ഒരുപാട് അർഹതായവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന കാലഘട്ടം. ഇതെല്ലാം നിർത്തൽ. ചുരുക്കത്തിൽ ശബ്ദിക്കാൻ ആളില്ലാത്ത, ചോദ്യം ചെയ്യാൻ ആളില്ലാത്തൊരു വിഭാഗം എന്നുള്ള നിലയിൽ പട്ടികജാതി പട്ടികവർഗ മേഖലകളിലുള്ള പദ്ധതികൾ മുഴുവനും ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ സർക്കാർ നിർത്തലിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ആ വിഭാഗത്തോട് കാണിക്കുന്ന ഏറ്റവും നിഷ്ഠൂരതകളാണ് കാണിക്കുന്നത്. 2-4 സംഭവങ്ങൾ വളരെ വളരെ ഗുരുതരമായി പോലീസും സർക്കാരും ഇടപെട്ട് ആ വിഭാഗത്തിന് നീതി ലഭിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. വാളയാർ കേസ്, 2 കുട്ടികളെ വളരെ ദാരുണമായി കൊലപ്പെടുത്തിയ ആ കേസിൻ്റെ പ്രതി രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും സർക്കാർ ചെയ്തു കൊടുത്തു. പക്ഷേ ആ കുടുംബം, കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ ജാഗ്രതയായി പുലർത്തിയത് കൊണ്ട് ഒരു പരിധി വരെ കുറേ ശിക്ഷ വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആദിവാസി ദളിത് മേഖലകളിൽ ജീവസുരക്ഷ ഇല്ല എന്നുള്ള മാത്രമല്ല, അവരുടെ ജീവിത നിലവാരത്തെ തളർത്തുന്ന വിധത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടിക്രമങ്ങൾ. സ്പെഷ്യൽ റിക്രൂട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ പട്ടികജാതി ദളിത് വിഭാഗങ്ങൾക്ക് അവരുടെ സർക്കാർ സർവീസിലുള്ള നിയമനങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി നിയമനം നടത്തുന്ന ഒരു സ്കീമുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് തസ്തികകൾ സൃഷ്ടിച്ച് PSC നോട്ടിഫിക്കേഷൻ കൊടുത്ത് അവരെ മാത്രം ഉദ്ദേശിച്ച് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ്. അത് ഇത്ര കാലമായി നിർത്തി വച്ചേക്കുന്നത്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്നത് മാത്രമില്ല. തസ്തികകൾ ഏതാണ്ട് 10,000 തസ്തികകളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നടത്തിയിരുന്നുവെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള തസ്തികകളിലൊക്കെ ദിവസവേതന അടിസ്ഥാനത്തിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റി അതെല്ലാം നിറച്ചു വെച്ചൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് നോക്കുകുത്തിയൊക്കെ അയക്കാണ്. നിയമനങ്ങളില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നടത്തിയാൽ മാത്രമേ സംവരണ റൊട്ടേഷൻ കൃത്യമായി പാലിക്കാൻ കഴിയുള്ളൂ. ഈ ദളിത് വിഭാഗങ്ങളിലുള്ളവർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുകയുള്ളൂ. അതുപോലെ അട്ടോണമസ് ബോഡികൾ, യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ, സ്ഥാപനങ്ങളിൽ മുഴുവനും അതിൻ്റെ ഉന്നത തസ്തികകൾ മുഴുവനും അവരുടെ പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്ക്, പത്നിമാർക്ക് വേണ്ടി സംവരണം ചെയ്ത് വെച്ചേക്കാണ്. പ്രൊഫസർമാർ, അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ, ലെക്ചേഴ്സ്, ഇതൊക്കെ പറയും. ഇതെല്ലാം അനർഹമായ മാർഗത്തിലൂടെ അവിടെ പാർട്ടി നേതാക്കളുടെ കുടുംബത്തിലുള്ളവർക്ക്, ഭാര്യമാർക്കും കുടുംബത്തിലുള്ളവർക്കും സംവരണം ചെയ്തതുപോലെ തിരികെ കയറ്റി കൊടുക്കുന്ന എല്ലാ കുൽസിത മാർഗങ്ങളും ചെയ്ത് നിയമനം നടത്തിക്കണം. ഇതൊക്കെ ബാധിക്കുന്നത് താഴെത്തട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെയാണ് ബാധിക്കുന്നത്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ദളിത് വിഭാഗങ്ങൾക്ക് നേടിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഇതൊക്കെയാണ്. പൊതുവിഭാഗത്തിൽ ഏറ്റവും അവസാനം നോക്കുമ്പോഴത്തേക്ക് അവിടെ ഇടുക്കിയിൽ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് 6 വയസ്സായ കുട്ടി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് ഒരു DYFIയുടെ അവിടുത്തെ സജീവ നേതാവായിട്ടുള്ള ഒരാളാണ്. അയാളാണ് കൊലപാതകം ചെയ്തെന്നുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും പോലീസ് അത് ബോധപൂർവം ആ തെളിവുകൾ നശിപ്പിച്ച് ആ പ്രതിയെ രക്ഷപ്പെടുത്തുവാനുള്ള എല്ലാ മാർഗങ്ങളും അത് ചെയ്ത് അതിന് സഹായം കിട്ടുന്ന വിധത്തിലുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു. കോടതിയിൽ സർക്കാർ വക്കീലും പോലീസും കൂടെ ഒത്തുകളിച്ചതിൻ്റെ ഫലമായി ആ ദാരുണമായ കൊലപാതകം ചെയ്ത ആ കൊലയാളിക്ക് യാതൊരു ശിക്ഷയും ലഭിക്കാതെ കോടതിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള പഴുത് സർക്കാർ ചെയ്തു കൊടുത്തു.
അപ്പോൾ അതൊക്കെയാണ് ഈ ഗവൺമെൻറ് ഭാഗത്ത് നിന്നും സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും പാവപ്പെട്ടവർക്ക് ഇതൊരു സമ്പന്നർക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ്റാണ്. ഈ വരുന്ന ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നതിൻ്റെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ ലക്ഷ്യമാക്കിയാണ്. ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിലുള്ള സമ്പന്നരും അതുപോലെ പ്രമാണിമാരും അതുപോലെ മേധാവികളും സമുദായ മേധാവികളും വ്യവസായ പ്രമുഖരും അതുപോലെയുള്ള സമൂഹത്തിലെ ഏറ്റവും ഉന്നതരുമായി ഒരു ചങ്ങാത്തം പുലർത്തി തിരഞ്ഞെടുപ്പിൽ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ പിന്തുണയും നേടുക എന്നുള്ളതിനപ്പുറത്ത് ഈ നവകേരള യാത്ര കൊണ്ട് കേരളീയർക്ക് യാതൊരു പ്രയോജനമില്ല, യാതൊരു ഗുണവുമില്ല. ഇത് മാത്രമല്ല, ഇത് ഒരു ജനാധിപത്യ രീതിയിലാണ് യാത്ര വരുന്നത്. ജനാധിപത്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ നവകേരള യാത്രയോട് എല്ലാവരും അനുകൂലിക്കണമെന്നുണ്ടോ? നവകേരള യാത്രയെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, പ്രതിപക്ഷങ്ങളുണ്ട്. ഇവിടെ അവർക്കതിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, നിലപാടുകളുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ നിലപാടുകൾ, അഭിപ്രായങ്ങളെ അടിച്ചമർത്താൻ കൂടെ ഈ യാത്ര ഉപകരിക്കുകയാണ്. രണ്ട് നയം. ഗവർണർ കേരളത്തിലൊരു ഗവർണറുണ്ട്, ഭരണഘടനാപരമായ ഭരണത്തലവനാണ്. അദ്ദേഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പൗരനെ പോലെയുണ്ട്. അത് പ്രത്യേക പരിരക്ഷ ഉണ്ടെങ്കിൽ പോലും ഒരു പൗരൻ്റെ പൗരസ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് കരിങ്കൊടി കാണിക്കുക, അദ്ദേഹത്തെ മർദ്ദിക്കുക, അദ്ദേഹത്തെ സഞ്ചാരം തടയുക, അതും ഒരു ഭാഗത്ത് അടങ്ങണം. പക്ഷേ അതേപോലെ നവകേരള യാത്രയായിട്ട് വരുന്ന മുഖ്യമന്ത്രിക്ക് എവിടെയെങ്കിലും കരിങ്കൊടി കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോലീസ് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പെയ്ഡ് ഗുണ്ടകൾ, മാർക്സിസ്റ്റ് പാർട്ടി പൈസ മുടക്കി തീറ്റിപ്പോറ്റുന്ന പെയ്ഡ് ഗുണ്ടകൾ ഇറങ്ങി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ യുദ്ധസമാനമായി നമ്മുടെ ഗാസയിൽ ഇസ്രയേലി സൈന്യം എങ്ങനെയാണോ പാലസ്തീനികളെ അടിച്ചൊതുക്കുന്ന അതിന് സമാനമായിട്ട് ദാരുണമായ നിർദാക്ഷിണ്യം പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ മാരകമായി മർദ്ദിക്കുന്നത് നമ്മൾ ഈ തീവ്രവാദികൾ ആക്രമിക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. ഇതുകൊണ്ട് ആർക്കെന്ത് നേട്ടം? ഈ നേട്ടമെന്ന് പറയുന്നത് ഇവർക്കൊരു 1-2 മാസക്കാലം ആഡംബരമായി കേരളം കണ്ട് ആസ്വദിച്ച് കായലും കടലും മലയും പുഴയും ഒക്കെ കണ്ട് ആസ്വദിച്ച് വരുന്നതിനപ്പുറം കേരളീയർക്ക് ഒരു പ്രയോജനം ഇതുകൊണ്ടില്ല, ദോഷമല്ലാതെ. എത്ര കോടി രൂപ ഖജനാവിൽ ചെലവഴിച്ച് കളയുന്നത്. അപ്പോൾ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം ഈ നവകേരള യാത്രയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതുകൊണ്ട് കേരളത്തിന് ഒരുപാട് ദോഷമല്ലാതെ ഒരുപാട് സാമ്പത്തിക നഷ്ടമല്ല. സെക്രട്ടേറിയറ്റിൽ ഭരണമില്ല, കേരളത്തിൽ ഭരണമില്ല. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ ചലിക്കുമ്പോഴാണ് ഭരണ സംവിധാനം ചലിക്കുന്നത്. എത്രയോ മാസമായി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇതൊക്കെ സാധാരണക്കാരൻ്റെ ജീവിതങ്ങളാണ്. ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ഓരോ കുടുംബത്തിൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മാസങ്ങളായി സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ലക്ഷക്കണക്കിന് ഫയലോടെ കൂട്ടിക്കിടക്കുകയാണ്. ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ഓരോ കുടുംബങ്ങളുടെയും ജീവിതങ്ങളാണ് അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ആർക്ക് നേട്ടം? കേരളത്തിന് കേരളീയരുടെ ഗതികേടും കഷ്ടകാലവും എന്നതിനപ്പുറത്ത് ഈ യാത്രയെന്നുകൊണ്ട് കേരളീയർക്ക് കിട്ടിയ ഒരു വിപത്താണിത്, ഒരു കഷ്ടകാലമാണ് ഈ യാത്ര. നമസ്കാരം, എൻ്റെ പേര് കാലടി അനിൽ. ഈ നവകേരള യാത്രയുമായി ഇപ്പോൾ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തെരുവിൽ സഞ്ചാര സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെടുന്ന രീതിയിലാണ് ഈ സർക്കാർ നിലകൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ കടകൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ട് നവയാത്ര വളരെ ഗംഭീരമാക്കുന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പാവങ്ങൾക്കാർക്കും തന്നെ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ നവകേരള യാത്ര വളരെ ദൂർത്ത് അടിക്കുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സ്കൂൾ മതിലുകൾ ഇടിച്ചു മാറ്റുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നവകേരള യാത്രയുമായിട്ട് മതിൽ പൊളിച്ചു മാറ്റി ആ പരിപാടി വിജയിപ്പിക്കുന്നത്. അത് നമുക്ക് പൊതുജനം എന്ന നിലയിൽ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്കൂൾ തലങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾക്ക്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഏതൊരുവിധ സ്കൂൾ സ്റ്റൈപ്പൻഡ്, ലംസം ഗ്രാൻഡ് എന്നിവ പോലും കിട്ടാത്ത സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് ഒരു ധൂർത്ത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേര് കർണൻ. ഈ കേരള ഇവരെ യാത്രയെന്ന് പറയുന്നത് അവർക്ക് സുഖമായ ഒരു ജീവിതയാത്രയാണ്, അല്ലാതെ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയല്ല. അവരിവിടുന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇവിടുത്തെ ആളുകളെല്ലാം പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് സുഖമായി ജീവിക്കാം. പണ്ട് 10 വർഷത്തിന് മുമ്പുള്ള ജീവിതങ്ങളല്ല പാവപ്പെട്ട കുടികൾ നമ്മൾ പരിശോധിച്ചാൽ വളരെ ദയനീയവും പട്ടിണിയാണ്. ക്ഷാമം തുടങ്ങി. അത് എവരാണ് ഈ ഖജനാവിലെ ഈ പണങ്ങളെല്ലാം എടുത്ത് ഈ തരത്തിൽ കൊണ്ടുപോകുന്നത്? കോടിക്കണക്കിനല്ലേ അവർ വെട്ടിയെടുക്കുന്നത്. കോടിക്കണക്കിനാണ് ഇവരെല്ലാം സ്വന്തം പാർട്ടി നേതാക്കൾ കൊണ്ടുപോവുകയാണ്. പാവങ്ങൾക്കൊന്നുമില്ല. അതാണ് സ്ഥിതി. പിന്നെ അവർ യാത്ര നടന്നിട്ട് എന്ത് ഫലം? ഇടയ്ക്കോട് ജനാർദ്ദനൻ നിയമം കേരള ജാഥയിലെ അതിനോട് നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഇതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങൾ 80% ജനങ്ങൾക്ക് എതിരായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത, ജനാധിപത്യം, മതേതരത്വം ഇതൊക്കെ സംരക്ഷിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പാർട്ടിയാണ് ഭരിക്കുന്നത്. അവിടെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിവേദനം സർക്കാരിന് കൊടുത്താൽ സർക്കാർ അതിന് ആക്ഷൻ എടുത്ത് താഴോട്ട് വിടും. ഇതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ട് കാണിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇത്തരം കാര്യങ്ങൾ സർക്കാർ കാലേ കൂട്ടി ഇവിടുത്തെ അതിഥി പെൻഷനുകൾ, വികലാംഗ പെൻഷനുകൾ, പ്രായം ചെന്നവരുടെ പെൻഷനുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ സാധാരണക്കാരുടെ ഇന്ന് സാധനങ്ങളുടെ വില ദൈനംദിനം വില കുതിച്ച് കയറുന്നു. അതിനെ നിയന്ത്രിക്കുവാൻ ഒരു ഭരണകൂടം ഉണ്ടോ എന്ന് അറിയില്ല. അത്ര രീതിയിലാണ് ജനം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രതികരിക്കാൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള എവരി ആക്ഷൻ കാസ്റ്റ് റിയാക്ഷൻ. ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ശരിക്ക് എതിർത്തില്ല എങ്കിൽ ഏകാധിപതി ഭരണമാവും എന്നാണ്. അപ്പോൾ ഈ എതിർക്കുന്നത് അവർ പ്രതിഷേധിക്കുന്നതിന് പാർലമെൻറ്റായാലും നിയമസഭയായാലും പ്രതികരിക്കുന്നവരെ അവരെ പോലീസ് തടഞ്ഞു മാറ്റി നിർത്തേണ്ടതിന് പകരം ഗുണ്ടകളെ കൊണ്ട് ഇറക്കി മർദ്ദിക്കുന്നത് ഒരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇത്തരം കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നതിനോട് വീഴ്ച ഉണ്ട്. സാധാരണക്കാരുടെ അഭിപ്രായം പറയുവാനും പത്രങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുവാനും ജനങ്ങളോട് മാന്യമായി പ്രവർത്തിക്കാനും ഒക്കെയാണ് ഈ ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും എന്ന ഭരണഘടന വെച്ചിരിക്കുന്നത്. ഈ ഭരണഘടനയുടെ അതിൻ്റെ മൂല്യങ്ങളെ പോലും നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഭരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന പാവപ്പെട്ടവരെ ഗവൺമെൻറ്റാണ്, സാധാരണക്കാരെ ഗവൺമെൻറ്റാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്നും നിൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഏറ്റവും വലിയ ഇക്വലിറ്റി ആൻഡ് എബിലിറ്റി എന്ന് പറയുമ്പോൾ തൊഴിലാളിയും മുതലയാളി ആണ് ലോകങ്ങളിലെങ്ങും ഉള്ളത്. തൊഴിലാളികളും മാത്രം ആണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും. മുതലാളിയെ ഒരിക്കലും സംരക്ഷിക്കുന്ന പാർട്ടിയല്ല. അതെല്ലാം ഭേദപ്പെട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഇന്ന് ഭരണം നടത്തുന്നത്. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടാലേ ഈ യാത്രയോട് ജനങ്ങൾക്ക് മതിയായ തൃപ്തി ഉണ്ടാവും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പേര് ജയചന്ദ്രൻ, മീശൻ്റെ. ഈ നവയാത്രയുടെ ഗുണം എന്താണെന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. സ്കൂൾ കുട്ടികളെ വെയിലത്ത് നിർത്തുക, സ്കൂൾ കാമ്പൗണ്ട് ഇടിക്കുക, സ്കൂൾ ബസ് അടുക്കുക, കുട്ടികളെ പഠിക്കുന്ന സമയത്ത് വെയിലത്ത് കൊണ്ട് നിർത്തുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അതുപോലെ വയ്യാത്ത ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഈ യാത്രയെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. പുള്ളിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. വയ്ക്കാൻ പറ്റാത്ത പുള്ളി എന്തിനാണ് ഈ നവയാത്ര കേരളം എത്തിക്കുന്നത്? അതുപോലെ ഒരുപാട് IAS IPS ഉണ്ട്. അവരെ മുമ്പാണ് ഈ വില്ലേജ് ഓഫീസിൻ്റെ ഇതിലേക്ക് കാര്യങ്ങൾ വരേണ്ടത്. അല്ലാതെ മന്ത്രിമാർ നേരിട്ട് പോയി കാണണമെന്ന് പറയുന്നത് എങ്കിൽ പിന്നെ മന്ത്രിസഭയിൽ എന്താ പോരെ? വേറെ ഒരു ഇതുമില്ല. ഇത് വെറും പറ്റിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ നവകേരള യാത്ര എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഇത് ഇവർക്ക് 1 കോടി രൂപയുടെ ബസ്സിൻ്റെ കറക്കം, അതിനുണ്ട് ഒരു ടൂറിസ്റ്റ് കറക്കം. അതേ ഈ മന്ത്രിമാരെയും കൊണ്ട് ഒരു കറക്കം. അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ ലാസ്റ്റ് എടുത്ത ഇതായിരിക്കും 20 മന്ത്രിമാർ എൻ്റെ കൂടെ പിറകെ വന്നാൽ ഇനി ഒരിക്കലും ഈ മന്ത്രിസഭ ഇനി കാണുകയില്ല. എന്നിൻ്റെ കൂടെ
ഇനി വേറെ ആരും വരല്ലേ, പശ്ചിമ ബംഗാളിൽ നടന്നതുപോലെ അയാളിൽ നിന്ന് പോയതുപോലെ പിന്നെ എന്നെ വരല്ലേ എന്നുള്ള ഉദ്ദേശമായിരിക്കും. ശബരിമലയിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പോലീസുകാരെ തന്നെ വീണ്ടും അവരെ കൊണ്ട് തന്നെ വീണ്ടും ജയിപ്പിക്കുന്നു. അവരെ ഈ ഇത്രയും പോലീസുകാരെ കൊണ്ടുവന്ന് ഈ നവയാത്രയ്ക്ക് പോകണതിൻ്റെ ഒരു കാര്യവുമില്ല. ഇവിടെ കിടക്കുന്ന പോലീസുകാർക്ക് തന്നെ ഡബിൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. കാര്യം ബാക്കിയുള്ള പോലീസുകാർ ഈ മന്ത്രിമാരെ പിറകെ പോവുകയും അപ്പോൾ പിന്നെ അവിടെ അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. ജോസ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായം ഇത് തന്നെ. ആളുകളെ വണ്ടി കയറുമ്പോൾ പൊതുവിലെ ഒരു അഭിപ്രായം റോഡിൻ്റെ പ്രശ്നത്തെ കുറിച്ചാണ്. യാത്രക്കാർ പറയുന്നത് യാത്രാ ക്ലാസ് പിന്നെ അവരെ നടപടി ചെയ്യുന്നു. പിന്നെ ഈ റോഡ് ശരിയായി കിട്ടി കൂടുതൽ യാത്രക്കാരാണ് കൂടുതൽ. അപ്പോൾ അവരാണ് പലരും മുഖ്യമായിട്ട് പറഞ്ഞത് നമ്മൾ കേൾക്കുക. അപ്പോൾ സർക്കാരിൻ്റെ കൂടെ കുറ്റം കൂടെ പറഞ്ഞാൽ കേൾക്കണം. ഇന്നലെ ഒരു സ്ത്രീ തന്നെ ഇരുന്ന് വണ്ടിക്കകത്ത് വിളിച്ചു, ഇവർ കട്ടലിരുന്ന് വീഴുന്നത്. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. സഹോദര അപ്പം നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ചെയ്യാതിരിക്കും. ഇപ്പം കുറേ ചെയ്യാൻ തുടങ്ങി. കുറച്ചെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ഇറങ്ങിയത് ഇതിൽ കൂടെ ഒരു വിലയുണ്ടായിരുന്നു. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.